മനസാക്ഷിക്ക് ധർമ്മബോധമുണരണം. ശരിയെ ശരിയെന്നും തെറ്റിനെ തെറ്റെന്നും പറയാൻ കഴിയണം. അതിൻ്റെ പ്രേരണയാവണം നാവിലൂടെ വെളിയിൽ വരേണ്ടത്. ദുരാരോപണം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഭീകരത വലുതാണ്. മനുഷ്യൻ്റെ അന്തസ് ഇടിച്ചു താഴ്ത്തുന്നതാണ്. അതുകൊണ്ട് ദുരാരോപണത്തിന് വലിയ ശിക്ഷയാ. വ്യഭിചാരാരോപണം ഉന്നയിച്ചാൽ 4 സാക്ഷി കൊടുത്തില്ലെങ്കിൽ 3 പേരെയും 80 ഹദ്ദടിക്കും. ആരോപണം ഉന്നയിച്ചവനെ 80 പ്രാവശ്യം ഹദ്ദടിക്കും. 4 സാക്ഷികൾ എന്ന് പറഞ്ഞാൽ എന്തിനാ? പരസ്യമായി വ്യഭിചാരം കാണുമ്പോഴേ ഉള്ളൂ അത് ആരോപിക്കാവൂ. സ്വകാര്യതകളിലേക്ക് നമ്മൾ ചകഞ്ഞു കയറണ്ട എന്നാണ്. നമ്മൾ പരസ്യമായി കാണുമ്പോൾ ഇടപെടില്ല, സ്വകാര്യത്തിൽ ഇടപെടാനാണ് നമ്മുടെ ആ കൗതുകം, അല്ലേ? അല്ല കേട്ടോ, പരസ്യമായി കിടക്കുന്ന വ്യഭിചാരത്തിൽ ഇടപെടുന്ന മക്കൾ നമ്മുടെ നാട്ടിലുണ്ട്, ചെറുപ്പക്കാരുണ്ട്. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോ ആരോപണങ്ങൾ നാവ് ഉപയോഗിച്ച് വഷളൻ നാവ് മലിനമായ മനസ്സിന്റെ അടയാളമാ. അത് അഫ്ലഹ മൻ സക്കാഹ. നീ മനുഷ്യനാവില്ല എത്ര കാലം ജീവിച്ചാലും. ഇപ്പൊ കണ്ടില്ലേ ഒരുത്തൻ 12 ഒരമ്മ പെറ്റ 12 മക്കളിൽ ഒരുത്തൻ, ഒരു കള്ളു കച്ചവടക്കാരൻ, ഒരു വെളിവിള്ള പുള്ളി വന്ന് നിന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് മക്കൾ കൂടുതലാണ്, 3 ആകുന്നു. അതിന് ഹിന്ദുവായ നമ്മുടെ രാഹുൽ ഈശ്വർ പറഞ്ഞു, സംഗതി ചേട്ടാ കുഴപ്പം അവരുടേതല്ല നമ്മുടേതാണ്, നമ്മളെണ്ണം കുറച്ചു, അവരത്രയും കുറച്ചില്ലെന്നേ ഉള്ളൂ. നമ്മളെണ്ണം കുറച്ചത് അവർ കൂട്ടിയതല്ല പ്രശ്നം. നമുക്ക് 12, 14, 10 ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ അമ്മമാർക്ക്. നമ്മളെണ്ണം കുറച്ച് 2 ആക്കി 1 ആക്കി. അവർ ചിലപ്പോൾ 3, 4 ആക്കിയിട്ടേ കുറച്ചിട്ടുണ്ടാവുള്ളൂ. അതേ ഉള്ളൂ കുഴപ്പം, അവരുടെ അല്ല കുഴപ്പം നമ്മുടേതാണ് എന്ന് ഒരു ഹിന്ദുവായ ആൺകുട്ടി തന്നെ അതിന് മറുപടി പറഞ്ഞു. വെറും ദുരാരോപണം, വെറും വൃത്തികേട്. ഇസ്ലാമിക രാഷ്ട്രമാകാൻ പോകുന്നു ദുരാരോപണം. എല്ലാ വമ്പനാന്ന് പറയുന്ന കന്നാലികളും വിളിച്ചു പോവുകയാണ്. പൊളിറ്റിക്സിന്റെ ഉന്നതങ്ങളിൽ നിൽക്കുന്ന ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുന്നു. ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാവുമോ? ഒരു നിയോജക മണ്ഡലത്തിൽ 2000 വോട്ട് പോലും ഇല്ലാത്ത പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്ത് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കും, എണ്ണം കൂടുന്നു എന്ന് വിളിച്ചു പോവുകയാണ്. ഭ്രാന്തന്മാർ, മനസാക്ഷി മരവിച്ച പ്രാകൃതന്മാർ. മനസാക്ഷി മരവിച്ച. കുഴപ്പം അവരുടേതല്ല, അവരുടെ മനസ്സിനെ സംസ്കരിക്കുന്ന പ്രക്രിയയോട് അവർക്ക് ബന്ധപ്പെടാൻ കഴിയാതെ പോയതാണ്. അത് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അത് ചെയ്തില്ലെങ്കിൽ അവരല്ല നമ്മളും അങ്ങനെയാകും. അല്ലാഹു കാക്കുമാറാകട്ടെ.